അയ്യേ, പെണ്ണുങ്ങളെപ്പോലെ നീ കരയാതെ മോനെ. ഒരു വീട്ടമ്മ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ ചെറുപ്പം മുതൽ ആൺകുട്ടിയോട് പറയുന്ന ഒരു കാര്യമാണിത്. നീ ഒരാണല്ലേ, കരയരുത്. അവന് കരയണമെങ്കിൽ അവൻ കരഞ്ഞാലെന്താ കുഴപ്പം? ഇങ്ങനെ ഒരു സന്ദേശം കേട്ട് വളരുന്ന കുട്ടി ഒരിക്കലും വിജയിക്കുകയില്ല. അവൻ്റെ ഉൾഭയം അവിടെ കിടക്കുക തന്നെ ചെയ്യും. അവൻ്റെ ഉപബോധ മനസ്സിൽ അരുത്, വികാരങ്ങൾ പ്രകടിപ്പിക്കരുത്, അതായത് ഡോണ്ട് ഫീൽ എന്ന വിലക്കാണ് അവനിൽ പ്രകടമാകുന്നത്. അത് അവൻ്റെ ജീവിതത്തിൻ്റെ തിരക്കഥ എഴുതുവാൻ അവനെ സഹായിക്കുകയും ചെയ്യും. ഭയം, ദേഷ്യം, സങ്കടം, സന്തോഷം എന്നീ അടിസ്ഥാന വികാരങ്ങളെ വേണ്ടപ്പോൾ വേണ്ട രീതിയിൽ പ്രകടിപ്പിച്ചാലേ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ കൈവരിക്കാനാവൂ. ഓരോ തവണ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും യാതൊരു വികാരവും പ്രകടിപ്പിക്കാതെ അത് ഉള്ളിലൊതുക്കി കഴിയുന്ന സഹോദരന്മാർ ഓർമ്മിക്കുക, നിങ്ങൾ ശാരീരിക രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണ്. മാത്രമല്ല, മാനസിക സംഘർഷങ്ങളും നിങ്ങൾക്കുണ്ടാവും. കാരണം നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷനുകളെ ഉള്ളിലൊതുക്കുകയാണ് ചെയ്യുന്നത്. പേരൻസിനോടൊരു കാര്യം, കുട്ടികളിലെ സ്വാഭാവിക വികാര പ്രകടനങ്ങൾക്ക് നിങ്ങൾ വിലക്ക് കൽപ്പിക്കരുത്. കുട്ടിക്ക് സ്വന്തം ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ട ഓരോ ഇമോഷൻസും അവരുടെ ജീവിതത്തിൽ പലതവണയായി വന്ന് പോകുന്നുണ്ട്. അവരെ അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ അനുവദിക്കുക. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, പെണ്ണ് പൊട്ടിച്ചിരിക്കരുത്. അല്ല, ചിരിച്ചാലെന്താ കുഴപ്പം? അതവരുടെ വികാരപ്രകടനമല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളുടെ ബാല്യകാലത്തിൽ കൊടുക്കുന്ന ചില ചിന്തകൾ അവരുടെ തിരക്കഥയിൽ തെറ്റായി എഴുതി ചേർക്കപ്പെടും. ആൺകുട്ടികൾക്ക് കരയണമെങ്കിൽ കരയട്ടെ, പെൺകുട്ടി ചിരിക്കണമെങ്കിൽ ചിരിച്ചോട്ടെ. അവരുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. സങ്കടം ഉള്ളിൽ ഒതുക്കിയാൽ അത് ഉപബോധ മനസ്സിൽ കിടന്ന് അവർക്ക് തന്നെ ദോഷം ചെയ്യും. കുടുംബത്തിൽ എല്ലാ അംഗങ്ങളും മനഃപൂർവ്വം വിചാരിച്ചാൽ ഒരു വീട്ടിൽ സന്തോഷത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന മനോഭാവം മാറ്റി കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും നല്ലതും ചീത്തയെന്ന് നിങ്ങൾക്ക് തോന്നുന്നതുമായ സ്വഭാവത്തെ അതേപടി അംഗീകരിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലും കുട്ടികളുടെ ജീവിതത്തിലും പ്രകടമായ മാറ്റമുണ്ടാവും. പഴയ കാലമല്ല ഇത്. കുഞ്ഞുങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ കുടുംബാംഗങ്ങളെ ഞാൻ അതേപടി അംഗീകരിക്കുന്നു എന്ന് ചിന്തിക്കാൻ ആർക്കൊക്കെ സാധിക്കും? സ്വന്തം കുടുംബാംഗങ്ങളെ അതേപടി അംഗീകരിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഓരോ വ്യക്തിയുടെയും ധർമ്മം. അത് സ്വന്തം ജീവിത വിജയത്തിനുള്ള വഴി തെളിയിക്കുക തന്നെ ചെയ്യും. നന്ദി.